ജാമ്യം നേടിയ വേടനെ ഇറക്കി വിടണമെന്ന ആവശ്യവുമായി സ്റ്റേഷന് മുന്നിൽ ബഹളം നടക്കുകയാണ്. രണ്ടുപേരാണ് തൃക്കാക്കര പോലീസ് സ്റ്റേഷന് മുന്നിൽ ബഹളം വെച്ചത്. ഇരുവരും മദ്യലഹരിയിൽ പോലീസ് സ്റ്റേഷന് വെളിയിലേക്ക് ഇറങ്ങാൻ ആവശ്യപ്പെട്ടിട്ടും കൂട്ടാക്കാതെ വന്നതോടെ ഇരുവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അവിടെ നടന്നിട്ടുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പോലീസ് സ്റ്റേഷന് മുന്നിൽ കിടന്നുമൊക്കെയാണ് പ്രതിഷേധം ഉണ്ടായിരുന്നത്. വിഷ്ണു പ്രകാശ് വിവരങ്ങളുമായിട്ടുണ്ട്. വിഷ്ണു, ഇത് വേടന്റെ ആരാധകരാണോ? ആരാണ്? ഇവരിപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണോ? പോയോ? അക്ഷയ, വേടന്റെ ആരാധകരെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇരുവരും പോലീസ് സ്റ്റേഷന് മുന്നിലെത്തി ഈ ബഹളം വെച്ച് പരാക്രമം കാണിയത്. വലിയ രീതിയിലുള്ള അസഭ്യം പറയുകയും അതുപോലെ തന്നെ വേടനെ പുറത്തിറക്കി വിടണമെന്നുള്ള ആവശ്യമായിട്ടാണ് ഈ രണ്ടുപേരും ഇവിടെ തമ്പടിച്ചിരുന്നത്. പോലീസ് സ്റ്റേഷന് മുന്നിൽ വലിയ രീതിയിലുള്ള ബഹളമാണ് ഉണ്ടായിരുന്നത്. ഇന്ന് രാവിലെയാണ് വേടൻ രണ്ടാമത്തെ ദിവസം ചോദ്യം ചെയ്യലിനായി ഇവിടെ ഹാജരായത്. തുടർന്ന് ഉച്ചയോടുകൂടി മെഡിക്കൽ പരിശോധന അടക്കം പൂർത്തിയാക്കി വേടനെ ഇവിടെ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിരുന്നു. അതിനുശേഷമാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്ന തൊപ്പി വെച്ചിട്ടുള്ള വ്യക്തി ആദ്യം ഇവിടെ എത്തുകയും വേടനെ കാണണം എന്നുള്ള ആവശ്യപ്പെട്ട് ഇവിടെ പുറത്തു നിൽക്കുന്നു. എന്നാൽ സമയം കുറച്ച് വൈകിയതോടുകൂടി ആദ്യം ഇയാളാണ് ഇത്തരത്തിൽ വേടനെ പുറത്തിറക്കണമെന്ന ആവശ്യമായി വരുന്നത്. പിന്നെ ഒപ്പം തന്നെയുള്ള മറ്റൊരു വ്യക്തി കൂടി ഈ സംഘത്തിന്റെ ഒപ്പം ചേർന്ന് പിന്നീട് ഇരുവരും ഒരുമിച്ചിരുന്ന് പോലീസിനെ തെറി വിളിക്കുകയും അതുപോലെ തന്നെ ഇറക്കി വിട്ടേ മതിയാകൂ എന്നുള്ള തരത്തിൽ ഇവിടെ തമ്പടിക്കുകയായിരുന്നു. ഏതായാലും പോലീസ് എത്തി നിരവധി തവണ ഇവരോട് പിന്മാറണം, ഇവിടെ നിന്ന് പിരിഞ്ഞു പോകണമെന്നടക്കമുള്ള ആവശ്യം പോലീസ് പറഞ്ഞിരുന്നു. പക്ഷേ ഇരുവരും കൂട്ടാക്കിയില്ല. ഇരുവരും ലഹരി ഉപയോഗിച്ചാണ് ഇവിടെ എത്തിയതെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഏതുതരം ലഹരിയാണെന്നുള്ളത് കൂടുതൽ നടത്തുന്ന പരിശോധനയിൽ മാത്രമേ വ്യക്തമാകുകയുള്ളൂ. ഏതായാലും നിരന്തരം പറഞ്ഞിട്ടും അത് കേൾക്കാതെ വന്നതോടുകൂടി പോലീസിന് അവസാനം ഇരുവരെയും കസ്റ്റഡിയിൽ എടുക്കേണ്ടി വന്നു. നിലവിൽ ഇപ്പോൾ ഈ രണ്ടുപേരും പോലീസ് ജയിലിനകത്താണ്. അതായത് ഇവിടുത്തെ ലോക്കപ്പ് റൂമിലേക്ക് ഇരുവരെയും മാറ്റിയിട്ടുണ്ട്. പക്ഷേ ജയിലിനുള്ളിൽ കിടന്നിട്ടും ലോക്കപ്പിനുള്ളിൽ കിടന്നിട്ടും ഇവരുടെ ആക്രോശം വിളികളും അതുപോലെ തന്നെ ജയിൽ തല്ലിപ്പൊളിക്കുന്ന അടക്കമുള്ള ശബ്ദങ്ങൾ നമുക്കിവിടെ പുറത്തിരുന്ന് കേൾക്കാൻ പറ്റും. ഏതായാലും വേടനെ പുറത്തിറക്കണം. വേടനെ എന്ത് കേസിലാണ് വേടനെ ഇവിടെ പിടിച്ചു വെച്ചിട്ടുള്ളത്? വേടനെ കോടതി ജാമ്യം നൽകിയതാണ്. പിന്നെ എന്തിനാണ് വേടനെ ഇവിടെ തടഞ്ഞു വയ്ക്കുന്നത് എന്നുള്ള ചോദ്യങ്ങളാണ് ഇരുവരും പോലീസിനോട് ചോദിക്കുന്നത്. അതുമാത്രമല്ല, വനിതാ ഉദ്യോഗസ്ഥരടക്കം ഇവിടെ പരാതി നൽകാനും മറ്റുമായി വന്ന പൊതുജനങ്ങൾ ധാരാളമുണ്ട്. ഇവരുടെ എല്ലാം മുൻപിൽ വെച്ച് അസഭ്യ വർഷം ചൊരിയുകയും ചെയ്തിരുന്നു. ഏതായാലും നിലവിൽ രണ്ടുപേരെയും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇനി മറ്റുള്ള ഇവരുടെ ഡ്യൂട്ടിയിൽ തടസ്സപ്പെടുത്തിയതടക്കമുള്ള വകുപ്പുകൾ ചുമത്താനുള്ള ഒരു സാധ്യതയും നിലവിൽ മുന്നിലുണ്ട്. ഏതായാലും വേടൻ ഇപ്പോൾ ജയിലിൽ തന്നെ, അതായത് ജാമ്യത്തിന്റെ മറ്റു നടപടികൾ പൂർത്തിയാക്കി ഇറങ്ങാനുള്ള ഒരു താമസമുണ്ട്. അതിനെ തുടർന്ന് വേടൻ ഇപ്പോഴും പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ തന്നെയാണുള്ളത്.